ശ്രീ രാധാകൃഷ്ണൻ സാർ, ഇതിപ്പോൾ മഹേഷ് പണിക്കർ പറയുന്നത് പോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കൊള്ള നടക്കുന്നത് 2019 ശേഷമാണ്. പക്ഷേ അതിനു മുമ്പ് അവിടെ ഇതുപോലെയുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അങ്ങേക്കറിയാവുന്ന കാര്യങ്ങളാണ്. കോൺഗ്രസിൻ്റെ ഭരണസമിതിയും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട്. ചില ക്രമക്കേടുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. താങ്കൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? അവിടെ ഈ 1998-99 UV ഗ്രൂപ്പുകാർ വന്നപ്പോൾ അവർ ഈ ശ്രീകോവിലിൻ്റെ മുകളിൽ അന്ന് റൂഫ് ചെമ്പായിരുന്നു. അത് അവർ ഒരു 1900 കിലോ ചെമ്പ് കൊണ്ടുവന്ന് പുതിയതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് അവർ ഈ സ്വർണം ഒട്ടിച്ചത്. അപ്പോൾ അന്ന് അതിൻ്റെ മുകളിലൊരു 3 സ്തൂപികയുണ്ടായിരുന്നു. ചെമ്പ് വർഷങ്ങളായിട്ട് അവിടെ നിന്നതാണ്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന അപ്പർ തിരുമുറ്റത്തുണ്ടായിരുന്ന നാഗരുടെ മുകളിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഗണപതി അമ്പലത്തിൻ്റെ മുകളിലുണ്ട്. ഞാനിപ്പോൾ ഇത് ഈ മഹേഷ് പണിക്കർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. മാളിയപ്പുറത്തൊരു 4 എണ്ണമുണ്ട്. ഈ 9 എണ്ണം പിന്നീട് കണ്ടിട്ടേ ഇല്ല. ഇത് പലപ്പോഴും പല അന്വേഷണങ്ങളിലും പല ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ ബാക്കി ഈ മുകളിലുള്ള ചെമ്പോലകളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വ്യാപകമായ ഒരു അന്വേഷണം നല്ലതാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ അത് ഒപ്പിട്ട ഒരു ചീഫ്, ഞാൻ പറഞ്ഞു ചീഫ് അങ്ങനെ ഒരു ആഡിറ്ററാണ് ഒപ്പിട്ടത്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ വിളിച്ച് ചോദിച്ച് ഇവിടുന്ന് ഇത് കൊണ്ടുപോയോ എന്നന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ കാര്യത്തിൽ അതുപോലെ ഈ ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങൾ കടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നമ്മൾ ലഘുവായി കാണണ്ട. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇപ്പം നടക്കുന്നത്. ഇങ്ങനെയൊരു സംഭവം നടക്കുമെന്ന് ഈ അയ്യപ്പ ഭക്തന്മാർക്കോ ദേവസ്വം ബോർഡിലെ സാധുക്കളായ ജീവനക്കാർക്കോ ഒരാൾക്കും മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനും അപ്പുറമുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഈ ഭണ്ണാരിയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ തരത്തിലുള്ള ഒരു അന്വേഷണത്തിൽ പോകും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആ വേറെ കുറച്ചുകൂടെ അകലേക്ക് ഉണ്ടാവും. അപ്പോൾ അത് അന്വേഷണം നടക്കണം. അതുപോലെ തന്നെ ED ഇതിനകത്തുള്ള സാമ്പത്തിക അന്തർഭവിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആയാലും അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ ബോർഡ് ഭരണാധികാരികളുടെ ആയാലും സാമ്പത്തിക സ്രോതസ്സുകളും അവരുടെ ആ ക്രമങ്ങളും ഇത് പരിശോധിക്കാൻ ED വന്നതും അത് പരിശോധിക്കപ്പെടുന്നതും വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പക്ഷേ ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോഴും നമ്മുടെ ഈ ക്ഷേത്ര സ്ഥാപനങ്ങൾ, കേരളത്തിലെ ഹിന്ദുക്കളുടെ ഈ വിശ്വാസികളുടെ ക്ഷേത്ര സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഈ 10-76 വർഷമായി ഈ രാഷ്ട്രീയ നിയമനം നടത്തുന്നവർ നടത്തിയിട്ടുള്ള കെടുതികൾ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് രാജ്യത്തെ ഹിന്ദുക്കളും വിശ്വാസികളും ഗവൺമെൻറ്റുകളും, അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും വേണ്ടില്ല, സംസ്ഥാന ഗവൺമെൻറ് ആയാലും വേണ്ടില്ല, അടിയന്തരത്തിൽ അത് ചർച്ച ചെയ്ത് ഒരു സമവായത്തിലായി അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം അത്ര കണ്ട് വലിയ ആഘാതമാണ് ഈ ഹിന്ദു ധർമ്മസ്ഥാപനം. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞു പൊളിച്ച ക്ഷേത്രങ്ങളുടെ പല കാണിക്ക മണ്ഡപങ്ങളൊക്കെ പകുതി അറത്തിട്ട് പകുതി നിൽക്കുകയാണ്. 27 കോടി രൂപ ഒരു കള്ള രേഖയുണ്ടായി. 2023 റവന്യൂ സെക്രട്ടറി ഒരു കള്ള ഉത്തരവിറക്കി ആ പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് ഇത്ര മാസങ്ങൾ കഴിഞ്ഞു. ദേവസ്വം ബോർഡിന് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് അതിൻ്റെ തൊട്ടപ്പുറത്തേക്കുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും വളരെ മനോഹരമായി അവരുടെ ഭാഗം ഇടിച്ചതിൻ്റെ പണം മേടിച്ച് അവർ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു ഹിന്ദുവിൻ്റെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ചിലയിടത്തൊക്കെ അത് സർക്കാർ ചെലവിൽ പണിത് നൽകുകയും ചെയ്തു. ഒരു പള്ളിയുടെ കാര്യം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ അത് വാസ്തവത്തിൽ സഹിക്കത്തില്ല. വിശ്വാസികളായ ഹിന്ദുക്കളുടെ നെഞ്ച് തകരുന്ന കാഴ്ചയാണ് ഈ അമ്പലങ്ങളിൽ കാണുന്നത്. ഇത് ഗവൺമെൻറ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഇതിനകത്തുള്ള വലിയ ഡിസ്ക്രിമിനേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെയാണ് പല കാര്യങ്ങളും. ഈ ക്ഷേത്ര സ്ഥാപനങ്ങളെ ഇതുപോലെ മിസ്യൂസ് ചെയ്യുക, അത് ശ്രദ്ധിക്കാതിരിക്കുക, ഭൂരിപക്ഷ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന ഈ അനാദരവും അക്രമവും അത് നമുക്ക് ഇവിടുത്തെ ജീവനക്കാരായാലും ഹിന്ദുക്കളായാലും അസഹനീയമായി തീർന്നിട്ടുണ്ട്. ഇനിയെങ്കിലും അതിൽ ഇടത് വലത് ഭേദവും ഒന്നുമില്ല.